ഇവിടെ രാഷ്ട്രീയം പറയാം. നമസ്കാരം, ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രീയം ഒരു വിസ്മയത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് രണ്ട് വ്യക്തികൾ വിസ്മയം തീർക്കാൻ ഒരുങ്ങുന്നു എന്ന രാഷ്ട്രീയ വൃത്തങ്ങളിലെ വാർത്തകൾക്കിടെയാണ് ഈ വിസ്മയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം. അതിൽ തന്നെ തിരുവനന്തപുരത്തെ 3 സീറ്റുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. ഒന്ന് പാറശാല, മറ്റൊന്ന് അരുവിക്കര, ഒപ്പം തന്നെ കഴക്കൂട്ടം സീറ്റുകളിലേക്കാണ് പ്രേംകുമാറിന്റെ പേര് പ്രധാനമായും പരിഗണിക്കുന്നത്. അരുവിക്കര നമുക്കറിയാം കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്, പിന്നീട് കോൺഗ്രസിന് കൈവിട്ട സീറ്റാണ്. കഴക്കൂട്ടവും പാറശാലയും ഒക്കെ പ്രേംകുമാറിന്റെ സാന്നിധ്യത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് UDF നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രേംകുമാർ ആരാണ്? ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും പിന്നീട് ചെയർമാനുമാക്കി മാറ്റപ്പെട്ട ഒരാളാണ്. എന്നാൽ പ്രേംകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം പൊടുന്നനെ സ്ഥാനചലനം അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പോ യാത്രയെപ്പോ നൽകാതെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. സംവിധായകൻ വിനയൻ ഇന്നലെ പോലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ വിഷയത്തിൽ കണ്ടതാണ്. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ എന്ന രീതിയിലും ചെയർമാൻ എന്ന രീതിയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് ഈ പ്രേംകുമാർ മാത്രമല്ല, പ്രേംകുമാർ നേരത്തെ ഇടത് സഹയാത്രികൻ എന്ന രീതിയിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വക്താവായൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പിതാവ് INTUCയുടെ വലിയ നേതാവൊക്കെ ആയിരുന്നു, INTUCയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. മാത്രമല്ല പഠിക്കുന്ന കാലത്ത് പ്രേംകുമാർ KSUവിൽ അംഗത്വം എടുത്തിട്ടില്ലെങ്കിലും KSUവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒക്കെ തയ്യാറായി. അന്ന് അങ്ങനെ ഒരു പാരമ്പര്യം പ്രേംകുമാറിനെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഇടതുപക്ഷത്തോട് അടുക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ഒരു വക്താവാവുകയും CPIMന്റെ അംഗത്വം എടുത്തില്ലെങ്കിലും ഒരു CPIM അനുഭാവിയെ പോലെ ഇടത് സഹയാത്രികനായി പോവുകയും ചെയ്ത ഒരാളാണ് പ്രേംകുമാർ എന്ന് പറയുന്നത്. ആ പ്രേംകുമാർ ഇടതുപക്ഷത്തെ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആശാസമരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആശാസമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് നൽകിയ ഒരു പിന്തുണയുടെ ഒരു കാര്യമാണ് ഇടതുപക്ഷത്തെ ചൊടിപ്പിച്ചത് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, പ്രേംകുമാറിൽ നിന്നും ആ ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെ പൊടുന്നനെയാണ് അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടാകുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് അതിനെതിരെ വിമർശനം ഉയർന്ന ഒരു ഘട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ, സാംസ്കാരിക മന്ത്രി, അന്ന് പറഞ്ഞത് സ്വാഭാവികമായ സ്ഥാനചലനമാണ്, കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്, പുതിയ കമ്മിറ്റിക്ക് വരാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയെപ്പോ ഒരു മുന്നറിയിപ്പോ ഇത് സംബന്ധിച്ച് സർക്കാർ നൽകിയിരുന്നില്ല എന്നുള്ളത് പ്രേംകുമാറിന്റെ നീരസങ്ങളിൽ നിന്നും പ്രേംകുമാറിന്റെ വാക്കുകളിൽ നിന്നും ആ നടപടിയിൽ നിന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ ഇതേ രീതിയിൽ സർക്കാരിനെ വിമർശിച്ച ഒരാളാണ് സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടുള്ള സച്ചിദാനന്ദൻ. കവിയും എഴുത്തുകാരനുമായിട്ടുള്ള സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം തുടർ ഭരണം എന്ന് പറയുന്നത് വലിയ അപകടമുണ്ടാക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന, ഒരു മലയാള ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പിന് നൽകിയ അഭിമുഖം, അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വഴി തുറന്നപ്പോഴും സച്ചിദാനന്ദനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPIMന്റെ ഭാഗത്തുനിന്നും ഉയർന്നത്. എന്നാൽ പ്രേംകുമാറിന് ആ ആനുകൂല്യം കിട്ടിയിരുന്നില്ല. ഇത് പ്രേംകുമാറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷവുമായി അകലാൻ, പ്രത്യേകിച്ച് CPIMുമായി അകലാൻ പ്രേംകുമാറിന്റെ മനസ്സിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് സച്ചിദാനന്ദന് നൽകിയ ഈ ഫേവർ തന്നെയാണ്. അത് തനിക്ക് കിട്ടിയില്ല എന്ന് പ്രേംകുമാർ വാദിക്കുമ്പോൾ സ്വാഭാവികമായും സംവിധായകൻ വിനയൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. കാരണം പ്രേംകുമാറിന് മതിയായ ഒരു പരിഗണന കിട്ടിയില്ല, സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന ഒരു ചോദ്യം സംവിധായകൻ വിനയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. സംവിധായകൻ വിനയൻ എന്ന് പറയുന്നതും ഒരു ഇടത് സഹയാത്രികനാണ്, CPI അനുഭാവമുള്ള ഒരാളാണ് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. ഇനിയിപ്പോൾ പ്രേംകുമാറിന്റെ മനസ്സ് എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുക എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം പഴയ കോൺഗ്രസ് പാരമ്പര്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ എടുത്തു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. KC വേണുഗോപാൽ എന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നേരിട്ട് പ്രേംകുമാറുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹവും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങാൻ പോകുന്നു. അങ്ങനെ കോൺഗ്രസിലേക്ക് പ്രേംകുമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനൊപ്പം ചേരുമ്പോൾ കോൺഗ്രസിന്റെ അംഗത്വം എടുത്തില്ലെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും പാറശാല, അരുവിക്കര, കഴക്കൂട്ടം ഈ 3 മണ്ഡലങ്ങളിൽ ഒന്നിലേക്ക് പ്രേംകുമാറിനെ പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് ഒന്നാമത്തെ വിസ്മയം ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ വിസ്മയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അത് CPIM എന്ന് പറഞ്ഞാൽ പാലക്കാട് ആരായിരുന്നു? PK ശശി ആയിരുന്നു എന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു പാലക്കാട് CPIMന്. അത് ഒറ്റപ്പാലത്തും ഷൊർണൂരിലും മാത്രമല്ല പാലക്കാടാകെ PK ശശിയുടെ ഒരു അപ്രമാദിത്വമുണ്ടായിരുന്ന, പാർട്ടിക്കകത്ത് അപ്രമാദിത്വമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. PK ശശിക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിച്ചു എന്നൊരു ആരോപണം പൊതുവെ CPIMന് നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പാർട്ടി തരം താഴ്ത്തിയപ്പോഴും KTDCയുടെ ചെയർമാനായി PK ശശിയെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് പാർട്ടി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന ജാഥ സ്വന്തം മണ്ഡലമായിട്ടുള്ള മണ്ണാർക്കാട് എത്തിയ സമയത്ത് PK ശശി അതിൽ പങ്കെടുത്തില്ല. അതിൽ നിന്നും ആരോഗ്യ പ്രശ്നം പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ലീഗുമായി ചർച്ച നടത്തുകയാണ് PK ശശി എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല മണ്ണാർക്കാട് നഗരസഭയുടെയും മറ്റുമൊക്കെ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ട് CPIMന്റെ പരിപാടികളിൽ നിന്ന് പരമാവധി വിട്ടുനിന്നുകൊണ്ടുമൊക്കെ UDF ആഭിമുഖ്യം, ലീഗ് ആഭിമുഖ്യമൊക്കെ PK ശശി നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല PK ശശി UDFനൊപ്പം എത്തിക്കാൻ, അത് സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല കോൺഗ്രസിന്റെ അംഗത്വത്തിലൂടെയാണെങ്കിൽ അങ്ങനെ PK ശശി UDFനൊപ്പം എത്തിക്കാൻ ലീഗ് വലിയ തോതിൽ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. മാത്രമല്ല അതിനുള്ള അണിയറ നീക്കങ്ങൾ ലീഗ് സജീവമാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഇന്നലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോകുന്നവരാരായാലും പോയിക്കോട്ടെ എന്ന രീതിയിൽ PK ശശിയെ പൂർണ്ണമായും തള്ളുകയാണ് CPIM. അതിനർത്ഥം PK ശശിയുടെ മനസ്സും UDFിലേക്ക് ചാഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് CPIM മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. UDFിനെ സംബന്ധിച്ച് മറ്റൊരു വിസ്മയം നടക്കാൻ പോകുന്നത് PK ശശിയിലൂടെയാണ്. PK ശശി വരാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് PK ശശിയായിരിക്കും ജനവിധി തേടുക. എന്നാൽ ചില എതിർപ്പുകൾ പ്രാദേശികമായി PK ശശി ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുന്നതിനെതിരെയുണ്ട്. അത് KP ശ്രീയുടെ മുതിർന്ന നേതാവായിട്ടുള്ള P ഹരിഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ തന്നെ അവിടെ മത്സരിപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന യൂത്ത് കോൺഗ്രസ് നേതാവായി വന്ന P സരിൻ അന്ന് അവിടെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു കാഴ്ച, അന്ന് P സരിന് വേണ്ടി P ഹരിഗോവിന്ദൻ മാസ്റ്റർ അവിടെ മാറിക്കൊടുക്കുന്ന ഒരു കാഴ്ച, അന്ന് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥിയായില്ലെങ്കിലും തനിക്ക് പാർട്ടിയാണ് വലുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാർട്ടി, പൂർണ്ണമായും അടിപൊളി പാർട്ടിയായ ഒരു മനുഷ്യനാണ് P ഹരിഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ആ ഹരിഗോവിന്ദൻ മാസ്റ്റർ ഇത്തവണ PK ശശിയെ പോലെ കോൺഗ്രസ്സുകാർ തന്നെ എതിർത്ത ഒരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം മാറിക്കൊടുത്തേക്കാം. കാരണം P ഹരിഗോവിന്ദൻ മാസ്റ്ററെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം മറ്റ് സ്ഥാനങ്ങളിലേക്ക് പിന്നീട് പരിഗണിക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു വിസ്മയം നടക്കാൻ പോകുന്നത് അത് PK ശശിയുടെ കാര്യത്തിലാണ്. അങ്ങനെ PK ശശി UDFനൊപ്പം വരികയാണെങ്കിൽ UDF ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ടും 2 സീറ്റുകളാണ്. ഒന്ന് മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥിരമായി ലീഗ് ജയിച്ചു പോകുന്ന N ഷംസുദ്ദീന്റെ സ്വന്തം മണ്ഡലം, അത് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി നിലനിർത്തുക. മാത്രമല്ല N ഷംസുദ്ദീൻ 4ാം തവണയും ജനവിധി തേടുമ്പോഴുള്ള എതിർപ്പിനെ മറികടക്കാൻ PK ശശിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിനുള്ള വലിയ അവിടെയുള്ള അണികളിലുള്ള വലിയ പിന്തുണ, അതൊക്കെ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒറ്റപ്പാലം എന്ന് പറയുന്ന UDFന് അധികമൊന്നും വലിയ പ്രാതിനിധ്യമില്ലാത്ത എന്നാൽ LDFന്റെ ഒരു കുത്തക സീറ്റ്, അത് PK ശശിയിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം UDFനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് PK ശശിക്ക് വേണ്ടി കൂടി ഇപ്പോൾ UDFനകത്ത് കൊണ്ടുപിടിച്ച അണിയറ നീക്കങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര മണ്ണാർക്കാട് എത്തുമ്പോൾ ആ വേദിയിൽ PK ശശി വരുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആ വേദിയിൽ വെച്ചായിരിക്കുമോ ഈ വിസ്മയം പിറക്കുക എന്നുള്ളത് കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ പ്രേംകുമാറും PK ശശിയും UDFന്റെ പുതിയ വിസ്മയങ്ങളാകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം പറയട്ടെ, PK ശശിയും ഒരു പക്ഷേ പ്രേംകുമാറും UDFന്റെ പുതിയ വിസ്മയമായാലും അത്ഭുതപ്പെടാനില്ല. ഇവിടെ രാഷ്ട്രീയം പറയാം.